ഹായ് ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സിനും സുഖമാണെന്ന് കരുതുന്നു കേട്ടോ. അടുത്ത എൻ്റെ ഈ ഒരു വീഡിയോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഞാൻ ആലോചിക്കുന്നതാണ്. കാരണം ഇത് 18, 19, 17 തൊട്ട് തന്നെ നമുക്ക് തുടങ്ങാം. 17, 18, 19, 20 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സ് വരെയുള്ള കുട്ടികൾ, അതായത് 17 മുതൽ 21 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾ, ഇൻ ടോട്ടൽ നമ്മൾ പെൺകുട്ടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പെൺകുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെയെല്ലാം അതായത് ഒരു ചീത്ത കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് എങ്ങനെയെല്ലാം അവരെ രക്ഷിക്കാൻ കഴിയും എന്നുള്ള എൻ്റെ ഒരു പരിമിതമായ അറിവുകൾ അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എനിക്കും ഒരു മോളുണ്ട്. ഒരേ ഒരു മോളാണ് എനിക്കുള്ളത്. പിന്നെ ഉള്ളതൊരു മോനാണ്. അപ്പോൾ മോൾ ഇപ്പോൾ +2 സ്റ്റുഡൻ്റാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, നമ്മുടെ മക്കളെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനപ്പുറവും കെയർ ചെയ്യുന്ന പാരൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എത്ര തന്നെ കെയർ ചെയ്താലും അവരുടെ ഈ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്സിലും ചെന്നപ്പെടാൻ സാധ്യതയുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ വേസ്, അതായത് ടെക്നോളജി ഡെവലപ്പ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനൊക്കെയുള്ള സാധ്യതകൾ പണ്ട് നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യത്തിനേക്കാൾ വളരെ കൂടുതലാണെന്ന് അറിയാത്ത ഒരു പാരൻസും ഇല്ല. പക്ഷെ ചില കുഞ്ഞുങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ, അവരുടെ കാര്യങ്ങൾ അവർ വീട്ടിൽ ഡിസ്കസ് ചെയ്യും. കുറച്ച് കാര്യങ്ങൾ, ഒരു 50% കാര്യങ്ങളൊക്കെ അവർ വീട്ടിൽ വന്ന് ഡിസ്കസ് ചെയ്യും നമ്മളോട്. പക്ഷേ ചില കുഞ്ഞുങ്ങൾ, ഇതിന് ഞാൻ വീട്ടിൽ പറഞ്ഞാൽ ശരിയാവുമോ, അല്ലെങ്കിൽ ഇത് ഞാൻ വീട്ടിൽ പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും വീട്ടുകാരുടെ പ്രതികരണം എന്നൊക്കെയുള്ളത് അറിയാതെ കുറച്ച് കാര്യങ്ങൾ പറയും, കുറച്ച് കാര്യങ്ങൾ പറയില്ല. ചില കുഞ്ഞുങ്ങൾ തീരെ പറയാത്ത കുഞ്ഞുങ്ങളും നമുക്കിടയിലുണ്ട്. കാരണം അവരോടുള്ള നമ്മുടെ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ ഒരു അപ്രോച്ച് കാരണം അവർ അങ്ങനെ പറയാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന ടൈമുകളിലെല്ലാം അവരോടൊപ്പം കൂടെ നിന്ന് അവരുടെ കാര്യങ്ങൾ വളരെ സൗഹൃദപരമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർക്കൊരു സ്പേസ് നമ്മൾ കൊടുക്കുന്നത് പോലെ അവരോട് എപ്പോഴും ആ ഒരു അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഓരോ പാരൻസും കാണിക്കണം. കാരണം ഇന്നത്തെ കുഞ്ഞുങ്ങൾ ജീവിച്ചു വരുന്ന സാഹചര്യം നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യമല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇനി ഈ ടോക്സിക് റിലേഷൻഷിപ്സിൽ നമ്മൾ എങ്ങനെ പെടുന്നു എന്നുള്ളത് നമുക്ക് പോലും ചിലപ്പോൾ അറിയില്ല. നമുക്ക് പുറമേ വളരെ സ്നേഹം അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ കുട്ടികളോട് സൗഹൃദം സ്ഥാപിച്ച് അവരെ പലതരത്തിലുള്ള കെണിയിലേക്ക് അകപ്പെടുത്തുന്ന ധാരാളം ബന്ധങ്ങൾ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ എന്നുള്ള വാക്ക് എനിക്കതിന് ഉച്ചരിക്കാമോ എന്ന് എനിക്കറിയില്ല. അത്തരത്തിലുള്ളവരെ നമുക്ക് സുഹൃത്തെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു നല്ല ഫ്രണ്ടായി അടുത്തുകൂടി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, അതായത് ഒന്നുമില്ലാതെ അവർക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന പലരും നമുക്കിടയിലുണ്ടെന്നുള്ള കാര്യം എല്ലാ രക്ഷകർത്താക്കളും ഓർത്തിരിക്കുക. എങ്ങനെയൊക്കെ നമ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് വന്നാലും അവരുടെ ഒരു നല്ല ലൈഫ്, ഇന്നലെ ഞാൻ മാർക്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓരോ പാരൻസിനെ സംബന്ധിച്ച് അവരൊരു പഠിച്ച് അവരുടെ സ്വന്തം കാലിൽ നിന്ന് അവരൊരു മാരീഡ് ലൈഫിലേക്ക് പോയി നല്ലൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അല്ലാതെ പണ്ടത്തെ പോലെ നമുക്ക് പഠിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാതെ ഒരു വിവാഹം എന്നുള്ള സ്വപ്നം ഒരു പാരൻസിൻ്റെ മൈൻഡിലും ഇപ്പോഴുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ചില സൗഹൃദങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം കൂടുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം കിട്ടാറില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ പല കുട്ടികളും വളരെ ഹാപ്പിയായി സന്തോഷമായി നടക്കേണ്ട പ്രായത്തിൽ അവരെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത പഠിത്തത്തിന് പുറത്തുള്ള ഈ സൗഹൃദങ്ങൾ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ആൺ സൗഹൃദങ്ങൾ, അവരെ കൊണ്ടെത്തിക്കുന്നത് ഒരു പ്രത്യേകമായ
മനോനിലയിലേക്കാണ് ഒരു 17 വയസ്സായ കുട്ടി അല്ലെങ്കിൽ ഒരു 18 വയസ്സായ കുട്ടിക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തുള്ള മാനസിക സമ്മർദ്ദങ്ങൾ പല കാര്യങ്ങൾ പറഞ്ഞ് ഈ സുഹൃത്തുക്കൾ നൽകുമ്പോൾ, സുഹൃത്ത് എന്ന് 17 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു സുഹൃത്തിന് ഒരുപക്ഷെ 20, 21, 22 വയസ്സുണ്ടായേക്കാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഏജുള്ള ഒരാളായിരിക്കാം, ഒരു 25, 24 ഉള്ളതായിരിക്കാം. അപ്പോൾ നമുക്കറിയില്ല ഇവരെ ഏത് ബന്ധത്തിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. ഞാനിവിടെ പറയുന്നത് എല്ലാ കുഞ്ഞുങ്ങളെക്കുറിച്ചും എല്ലാ പാരൻസിനെ കുറിച്ചും അല്ല, പക്ഷേ നമ്മളിൽ ചിലരുടെ മക്കൾക്കെങ്കിലും അത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ വരാതിരിക്കാൻ നമ്മൾ വളരെയധികം കരുതലെടുക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ സാരാംശം. അപ്പോൾ എപ്പോഴും നമുക്ക് അവരുടെ കൂടെ ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ തന്നെ പോയി ഇരിക്കാനോ ഒന്നും കഴിയില്ല. പക്ഷേ അവരെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക, അവരോടൊപ്പം നിന്ന് അന്ന് ഓരോ ദിവസവും സ്കൂളിൽ നടന്നതും നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നാൽ അവിടെ എല്ലാം നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുക. നമുക്ക് ചെറിയ രീതിയിലെങ്കിലും സംശയം തോന്നുന്ന ഏതെങ്കിലും തരത്തിലുള്ള സൗഹൃദം നമ്മുടെ മക്കൾക്കുണ്ടോ എന്ന് അറിയേണ്ടത് നമ്മൾ പാരൻസിൻ്റെ ഉത്തരവാദിത്വമാണ്, ടീച്ചേഴ്സിൻ്റെ ഉത്തരവാദിത്വമാണ്. അത്തരത്തിലുള്ള ബന്ധങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അതിനി എത്ര തരത്തിലുള്ള സിൻസിയർ ബന്ധമാണ് അല്ലെങ്കിൽ ലോയൽ ബന്ധമാണ് എന്ന് പറഞ്ഞ് ഒരു കുട്ടിയെ പ്രലോഭിപ്പിച്ച് ആ കുട്ടിയെ ആ ബന്ധത്തിൽ ഒരു 17, 18 വയസ്സുള്ള കുട്ടിയെ ഞാൻ ഭയങ്കര ലോയലാണ്, ഞാൻ ഭയങ്കര സിൻസിയറാണ് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ അപ്രോച്ച് ചെയ്ത് ആ കുട്ടിയുടെ മനസ്സിലും അയ്യോ ഈ ഫ്രണ്ട് വളരെ ലോയലാണല്ലോ, എൻ്റെ പാരൻസിനേക്കാൾ കൂടുതൽ എന്നെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്നൊക്കെയുള്ള ഫീലിംഗ് അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരം ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് സാധിക്കും. എല്ലാവരും നീ എന്നോട് ഫ്രണ്ട്ഷിപ്പ് കൂടണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ദേഷ്യത്തോടെ പറയുന്നവരല്ല. ചില ആൾക്കാർ അമിതമായ സ്നേഹം കാണിച്ച് അടുത്തുകൂടി ഈ കുട്ടികളെയൊക്കെ പഠനത്തിൽ നിന്ന് അവരുടെ ചിന്തകളെ വേർതിരിച്ചെടുത്ത് അവർക്ക് പഠിക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്ന ധാരാളം സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ നമ്മുടെ മക്കളുടെ സ്വപ്നങ്ങളെ തകർക്കും. മക്കളുടെ സ്വപ്നങ്ങൾ തകരുന്നത് നമ്മുടെ രക്ഷകർത്താക്കളുടെ സ്വപ്നങ്ങളാണ് അതിനോടൊപ്പം തകർന്നു പോകുന്നത് എന്നുള്ള കാര്യം. ഇപ്പം ഞാൻ പറയുന്നു, നമ്മുടെ വീട്ടിലെ വിളക്ക് എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണല്ലേ, അത് പെൺകുഞ്ഞാണ്. പെൺകുഞ്ഞ് നമ്മുടെ വീട്ടിലെ വിളക്കെന്നാണ് നമ്മളൊക്കെ പറയുന്നത്. നമ്മളൊക്കെ വളർന്ന ആ ഒരു കാലഘട്ടത്തിൽ 6 മണി കഴിയുമ്പോൾ എല്ലാവരും പെൺകുട്ടികൾ വീട്ടിൽ വരണം, വിളക്ക് കൊളുത്തുന്നതിന് മുന്നേ വീട്ടിലുണ്ടാവണം എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയിൽ ജീവിക്കുന്ന എന്നെപ്പോലുള്ള പാരൻസ് ധാരാളം ഇപ്പോഴും ഉണ്ടാവും അല്ലേ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടികൾക്ക് 6 മണിക്ക് ചിലപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് എത്താനൊന്നും കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോഴും അവരോട് പറയുക, നിങ്ങൾ എത്രത്തോളം നമ്മുടെ വീടിന്, ഒരു പെൺകുഞ്ഞ് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ വിളക്കാണ് അല്ലേ. അപ്പോൾ ആൺകുഞ്ഞുങ്ങളും അതുപോലെ തന്നെയാണ്. മക്കൾ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വീടിൻ്റെ ഐശ്വര്യമാണ്. അപ്പോൾ അത് നമ്മൾ പൊലിയാതെ കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്ന് 100% ഞാൻ പറയൂല, അതിലും കൂടുതൽ 101 അല്ലെങ്കിൽ അതിലേറെ നമ്മുടെ എല്ലാ എഫേർട്സും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ ഒരിക്കലും ബാലിശമായ കാര്യങ്ങൾക്ക് നമ്മളെ മക്കളോട് വഴക്കടിക്കാതെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക, നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള എഫേർട്സ് ഒക്കെ ഇടുക. കാരണം നമ്മുടെ മക്കളുടെ ഒരു ഭാവി എന്ന് പറയുന്നതാണ് നമ്മൾ ഓരോരുത്തരുടെയും സ്വപ്നം അല്ലേ. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ നമുക്ക് ഏവർക്കും കഴിയണം. അപ്പോൾ അത്തരത്തിലുള്ള സൗഹൃദ വലയങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെന്ന് പെടാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടിയുള്ള എഫേർട്സ് നമ്മുടെ മക്കളുടെ ഭാഗത്തു നിന്നും നമ്മുടെ ഭാഗത്തു നിന്നും ആവശ്യത്തിൽ കൂടുതൽ ശ്രദ്ധ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൊടുക്കണം. അവർക്ക് ഫ്രീഡം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവരെന്താണ് ആ ഫ്രീഡം വെച്ച് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഒബ്സർവേഷൻ പാരൻസായ നമ്മളിൽ ഉണ്ടാവണം. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ അടുത്ത ഒരു വീഡിയോ കൂടി ഇതിനെക്കുറിച്ചായിരിക്കും ഇടുന്നത്. അപ്പോൾ ഇതെല്ലാ പെൺകുഞ്ഞുങ്ങളുള്ള പാരൻസിന് വേണ്ടിയും ഈ വീഡിയോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്ന വാക്കുകൾ കേട്ട് ഏതെങ്കിലും ഒരു പാരൻസിന് ഇതൊരു ഒരു റിമൈൻഡർ ആവുന്നുവെങ്കിൽ അത് ഞാൻ ഏറ്റവും വലിയ കാര്യമായി കണക്കാക്കും. അപ്പോൾ വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്കും അതുപോലെ തന്നെ
കമൻസും ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് വീണ്ടും ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്. അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു ഓൾ. ലവ് യു ഓൾ.